ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പഴത്തിൻ്റെ പോളയാണ് കേട്ടോ. നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കിയെടുക്കാറില്ലേ, അപ്പോൾ ആ ഒരു ഉന്നക്കായ നമുക്കിത് ഇതുപോലൊരു പോളയാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താലോ. നല്ല ടേസ്റ്റിയാണ്, സിമ്പിളാണ്, നമുക്ക് ഒരുപാട് സമയം എടുക്കേണ്ടിയില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു ടീസ്പൂണോളം ഗീ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അണ്ടിപ്പരിപ്പ് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കളർ മാറണ്ട കേട്ടോ, ബ്രൗൺ കളറൊന്നും ആണ്ടില്ല, ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി തുടങ്ങിയാൽ മാത്രം മതിയാവേ. ഇതുപോലൊന്ന് കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങണം. ആ ഒരു തേങ്ങയുടെ കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും ഒന്നോ രണ്ടോ ഏലക്കായും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ഏലക്കായ ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മധുരത്തിൽ തന്നെ ഉണ്ടാവേ. 1 ടീസ്പൂൺ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പഞ്ചസാരയും കൂടി നമ്മളിതാ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. പഞ്ചസാര ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഒരുപാട് അങ്ങ് ഇളക്കിയെടുത്തിട്ട് നമ്മൾ തേങ്ങ നന്നായിട്ട് വറന്ന് പോകണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇതുപോലൊന്ന് കളറൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഇപ്പം നമ്മളിത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഏലക്കായുടെയൊക്കെ സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇപ്പം നമ്മളതിന് എടുത്തിട്ടുള്ളത് 1/2 കിലോ നേന്ത്രപ്പഴ കേട്ടോ. ഒരു വലിയ നേന്ത്രപ്പഴം, ഒരു ചെറിയ നേന്ത്രപ്പഴം, ഏകദേശം 1/2 കിലോ ഉണ്ടാവും. ഇതിനെ നമുക്കിനി പഴംപൊരിക്കൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അധികം തടിയില്ലാതെ നല്ല നൈസായിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു പഴം കട്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടി. എന്നാൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മുറിഞ്ഞ് പോകാനും പാടില്ല കേട്ടോ. ഈ രീതിക്ക് വേണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കാൻ. നമ്മൾ പഴംപൊരിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും കുറച്ചൊരു സ്ലിം ആയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്, അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു പഴമൊക്കെ നമുക്ക് ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. കളറൊന്ന് മാറിയിട്ട് ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതാ കുറച്ച് ഓയിലോ ഗീ ഒഴിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമ്മൾ ബനാനയും ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് അങ്ങ് വെച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് 2 സൈഡും ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കുക. നമ്മൾ പഴമൊക്കെ വാട്ടിയെടുക്കുന്ന ആ ഒരു കളറിൽ ആ ഒരു രീതിക്കാട്ടോ വേണ്ടുന്നത്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഒരു സൈഡ് ഒന്ന് കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ തിരിച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് കളറൊന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് കരിഞ്ഞ് പോകണ്ട. നമ്മൾ ഇനിയിപ്പോൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് കളറൊന്ന് മാറ്റി കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഓരോ പീസും ഇതുപോലെ ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. ഉൾഭാഗം ഒന്ന് കുക്കായിട്ട് കിട്ടുകയും ചെയ്യണം, നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രീ ആയിട്ട് വരികയും ചെയ്യണം കേട്ടോ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. കളറൊക്കെ പെട്ടെന്ന് മാറി കിട്ടിയിട്ടുണ്ട്. പഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളറൊക്കെ മാറുമല്ലോ. അപ്പോൾ കുക്കായിട്ടുണ്ട്, കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളൊരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്തെടുക്കാം കേട്ടോ. 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം, ഒരു ഏലക്കായ ചേർക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പാലും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ട് ഏലക്കായും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നമ്മളെ പഞ്ചസാര മെൽറ്റായിട്ട് കിട്ടുന്ന ആ ഒരു ടൈം വരെ, ഒരുപാട് സമയം വേണ്ട, പഞ്ചസാര ഒന്ന് അലിയിച്ച് കിട്ടണമല്ലോ, ആ ഒരു സമയം വരെ മാത്രം മതി കേട്ടോ. നമ്മളതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്, സാൾട്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് വെക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള ഗീ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം മതിയാവും. അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പം ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള നമ്മൾ ബനാനയും കൂടി വെച്ചെടുക്കുന്നുണ്ട്. പഴം ഇതുപോലെ വെച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു അടിഭാഗം ഒന്ന് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ടെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മൾ പഴമൊക്കെ വെച്ചിട്ട് ഇതുപോലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങ മൊത്തത്തിൽ ഇതിൻ്റെ ഈ ഒരു നടുഭാഗത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ബാക്കി വന്നിട്ടുള്ള പഴത്തിൻ്റെ പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനി നമ്മളിങ്ങനെ വെച്ചിട്ട് എല്ലാ ഭാഗവും നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കിട്ടുന്ന പോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എല്ലാം കൂടി ഇതുപോലെ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ചെറിയ പീസാക്കിയിട്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ടെടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ,
അത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ അത് ആ ഉള്ളിലേക്കൊക്കെ അങ്ങ് കയറിക്കോളും. ഇനി നമ്മൾ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അടച്ച് വെക്കാം. 2-3 മിനിറ്റ് ഒന്ന് കുക്കിയിട്ടെടുക്കാം കേട്ടോ. ഒന്ന് ആറി വരുന്ന സമയത്ത് അതിന് മുകൾ ഭാഗം ഒന്ന് ആറി വരുമല്ലോ, ആ ഒരു സമയത്ത് നമുക്കതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരുപാട് സമയം വെക്കണ്ട, 2-3 മിനിറ്റ് മാത്രം വെച്ചാൽ മതിയേ. അപ്പോൾ ഒന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇളകി വരുന്ന ആ ഒരു പാകത്തിനാണ് കേട്ടോ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിത് വേറൊരു പാനിലേക്ക് തിരിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് സമയം വെക്കേണ്ടിയില്ല, 1-2 മിനിറ്റ് മാത്രം മതിയാവട്ടോ. ആ ഒരു സമയം കൊണ്ട് അത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതാ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് ഇതുപോലെ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നമ്മളിങ്ങനെ കൈ വെച്ച് തൊട്ട് നോക്കുന്ന സമയത്ത് നന്നായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ പൊന്തിക്കെടുക്കുന്ന പോലെ തോന്നും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ടാവേ. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് നമുക്ക് ചൂടൊന്ന് ആറുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ സംഭവം നല്ല സെറ്റായിട്ട് ചൂടൊക്കെ ആറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം കേട്ടോ. നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മൾ അടിപൊളിയായിട്ടുള്ള ബനാനൻ്റെ പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉന്നക്കായ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സമയമൊന്നുമില്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പിയും കൂടിയല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു പീസ് മാത്രം കഴിച്ചാൽ മതി കേട്ടോ. വയറൊക്കെ നിറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.